അണിനിരത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതുള്ള പരിശോധന ഈ സമ്മേളനത്തിൽ നടത്തും. പ്രിയപ്പെട്ടവരെ, എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജനകോടികളുടെ മണ്ണിന്റെ മക്കളുടെ പ്രസ്ഥാനമായി മാറിയ ആരാർക്കും തന്നെ തകർക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIM-ന്റെ ജില്ലാ സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിലായി വടകരയുടെ ഹൃദയഭാഗത്ത് വടകര നാരായണ പ്രത്യേകം സജ്ജമാക്കിയ സിതാവ് ഒരു ബാലകൃഷ്ണൻ നിർമ്മിച്ച് നടക്കുക. സിതാവ് ഒരു ബാലകൃഷ്ണൻ നാമനാമത്തിൽ സജ്ജമാക്കിയ സിതാവ് വലിയമായുള്ള യുവസിക മുഖ്യം രക്തസാക്ഷി തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളിലൂടെ കനൽ വഴികൾ താണ്ടി ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സംഘചൈതന്യമായ CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നിരവധി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വീരചരിത്രമുറങ്ങുന്ന വടകരയുടെ മണ്ണിൽ വെച്ച് നടത്തുകയാണ്. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ചരിത്രത്തിൽ ചൂപ്പിച്ച ഒഞ്ചിയും രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും പ്രയാണം ആരംഭിച്ച CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെമ്പർ സഖാവ് KK മുഹമ്മദ് നയിക്കുന്ന നിരവധി അഭ്യർത്ഥികൾ കൈമാറിക്കൊണ്ടുള്ള ദേശീയജാഥ വിവിധ വഴികളിൽ ശക്തമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നുവഴി കടന്നു വരികയാണ്. തൊഴിലാളി വർഗത്തിന്റെ മോചന പോരാട്ട വഴികൾ നിരവധി സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വടകരയിൽ വെച്ച് CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നടത്തുകയാണ്. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും പ്രയാണം ആരംഭിച്ച CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെമ്പർ സഖാവ് KK മുഹമ്മദ് നയിക്കുന്ന നിരവധി അത്ലറ്റുകൾ കൈമാറിക്കൊണ്ടുള്ള ദേശീയജാഥ ഉന്നത വഴികളിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി ബന്ധുക്കളുടെയും ഹൃദയാഭിമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവഴി കടന്നു സ്വന്തങ്ങളെ കൈയിലെത്തി വടകര കഴിഞ്ഞടാ ഇല്ല കഴിഞ്ഞു ഇനിയില്ല അതിനാ സംഭവം. ജനുവരി 29, 30, 31 തീയതികളിൽ വീരചരിത്രമുറങ്ങുന്ന വടകരയുടെ മണ്ണിൽ വെച്ച് നടക്കുകയാണ്. തലമുറകൾക്ക് ഊർജ്ജമായി ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒഞ്ചിയം രക്തസാക്ഷി വിപ്ലവപാതയിലെ സൂര്യ തേജസ്സായ ഒഞ്ചിയം രക്തസാക്ഷികൾ. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും പ്രയാണം ആരംഭിച്ച CPIM
അങ്ങനെ ഗ്രെയിൻസ് ഉണ്ടാവും വലിയ ഗ്രെയിൻ തീരുന്നുണ്ട് അവസരം തിരിയാതെ കൊണ്ട് അപ്പുറം പോയി അപ്പുറം നല്ലായിരിക്കും ഇത് അല്ല ഇതാരാ ഓനാറുണ്ടെങ്കിൽ ഓനെ പയ്യോളി ഉളുത്തുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് മോഹനൻ മാസ്റ്ററാണ്. ദീപശിഖ ഏറ്റുവാങ്ങുന്നത് സഖാവ് സി ഭാസ്കരൻ മാഷാണ്. ദീപശിഖ തെളിയിക്കുന്നത് സഖാവ് പി മോഹനൻ മാസ്റ്ററാണ്. ദീപശിഖ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഖാവ് സി ഭാസ്കരൻ മാഷെ ക്ഷണിക്കുകയാണ്. İnkılap zindabad! İnkılap zindabad! CPIM zindabad! CPIM zindabad! CPIM zindabad! Jilla Sammelan zindabad! Jilla Sammelan zindabad! Ekta Sakshila zindabad! Ekta Sakshila zindabad! Ekta Pataka zindabad! Ekta Pataka zindabad! CPIM zindabad! CPIM zindabad! Jilla Sammelan zindabad! Jilla Sammelan zindabad! İnkılap zindabad! അറിയില്ല നാളെയും മറ്റന്നാളും ഇതിന് പിറ്റേന്നുമായി ഈ നഗരിൽ കുഞ്ചത്തെ രക്തസാക്ഷി പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെക്കുറെ പൂർത്തീകരിക്കുകയാണ്. ഭൂരിപക്ഷം ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സമ്മേളനം നാളെ ആരംഭിച്ച് 31-ാം തീയതി അവസാനിക്കുന്ന നിലയിൽ വലിയ നിലയിലേക്കുള്ള
സംഘാടനം കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നിലവിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നന്നായി അറിയുന്നവരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP നയിക്കുന്ന നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്ന സർക്കാർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014-2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുള്ളതുപോലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടല്ല കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാലും നയത്തിന്റെ കാര്യത്തിൽ ഒരടി പിറകോട്ട് പോകാതെ ചെറുന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താല്പര്യങ്ങൾ മാത്രം കാത്തു സംരക്ഷിക്കുന്ന ന്യൂ ലിബറൽ പോളിസി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുകയും അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ്വിമുഖ പ്രത്യേകതകളുള്ള നേരത്തെ 2 തവണ ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ അതേ രീതിയിൽ ഒരു ഭാഗത്ത് നവ ഉദാരവൽക്കരണ നയമാണെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അജണ്ടകളെ വഴിമാറ്റാൻ മതവർഗീയ അജണ്ടകളെ സർക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനെതിരെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് മതവർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. മുമ്പ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ശക്തികൾ എടുത്ത അതേ നിലപാട് BJP യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റാൻ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിശക്തമായ പ്രക്ഷോഭം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഭാവിയിൽ ഏത് രീതി ഈ രാജ്യത്ത് നമ്മുടെ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ളത് മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് നിശ്ചയിക്കുന്നതാണ്. കേരളത്തിലാണെങ്കിൽ ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന്റെ ഘട്ടത്തിൽ ഉള്ള ഒരു പ്രത്യേകത നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ തുടർച്ചയായി 8.5 വർഷം അതിന്റെ ഭരണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ അന്ന് നമ്മളെല്ലാം പറഞ്ഞത് നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി തുടർ ഭരണം 5.5 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണെങ്കിൽ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മൾ പറയുന്നു നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ തുടർച്ചയായി 8.5 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നു. 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ 3 വർഷം കഴിഞ്ഞ് നമ്മൾ പറയുക നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി 11.5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതെന്തെങ്കിലും അഹങ്കാരം കൊണ്ടോ അധികാരത്തിന്റെ ഭാഗമായുള്ള താൻ പ്രമാണിത്വം കൊണ്ടോ അല്ല നമ്മുടെ പാർട്ടി പറയുന്നു. ജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന, ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മത്സ്യത്തെ പോലെ ഇടപെടുന്ന സഖാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നമ്മുടെ പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാ നിലയിലും ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ തുടർ ഭരണത്തെ അംഗീകരിക്കാത്ത വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ എല്ലാ നിലയിലും നമ്മുടെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ, അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയെ എല്ലാ നിലയിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമ സംഘങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കള്ളപ്രചരണങ്ങൾ നമ്മുടെ സർക്കാരിനെതിരെയും നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നാം ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തവണത്തെ പാർട്ടി കോൺഗ്രസും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളും. ഈ നാരായണനഗറിൻ്റെ ചരിത്രപരമായ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്കെന്ന് പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ
ശരിയായ പാതയിൽ നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്ഥലമാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങൾക്ക് റെഡ് വോളണ്ടിയർമാർ അണിനിരന്നുകൊണ്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രദേശം കൂടി മണ്ണുകൂടിയാണ് ഈ മണ്ണ്. അങ്ങനെ ചരിത്രപരമായ പ്രത്യേകത ഈ നാരായണ നഗറിനുണ്ട്. അങ്ങനെയുള്ളൊരിടത്താണ് ഇത്തവണത്തെ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം. പാർട്ടി ഈ കോഴിക്കോട് ജില്ലയിലെടുത്ത് പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും നല്ല നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാർട്ടി അംഗങ്ങളുടെ എണ്ണം കോഴിക്കോട് ജില്ല എടുത്ത് പരിശോധിച്ചാൽ വലിയ നിലയിലേക്കുള്ള കുതിപ്പാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാർട്ടി ഘടകങ്ങൾ, പുതിയ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ വരുന്നൊരു സ്ഥിതി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെ പുതിയ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ചുകളും നമ്മുടെ ജില്ലയിൽ വന്നിട്ടുണ്ട്. പാർട്ടി അംഗങ്ങൾ, ഘടകങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു എന്നുള്ളതുപോലെ തന്നെ പ്രക്ഷോഭ സമരങ്ങളിലും നമ്മുടെ ബഹുജന പങ്കാളിത്തവും ഈ ജില്ലയിൽ വർദ്ധിക്കുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാർലമെന്ററി രംഗത്തും നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ, കേരളത്തിൽ അഭിമാനിക്കാവുന്ന നിലയിൽ കോഴിക്കോട് ജില്ല മുന്നേറിയ കാലയളവാണ് ഈ കാലയളവ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുമേറെ നമുക്ക് വളരാനുണ്ട്. അത്തരം കാര്യങ്ങൾ എല്ലാം ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സാർവദേശീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പാർട്ടി സംഘടനയെ എങ്ങനെയാണ് ഇനിയുമേറെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൂടുതൽ ബഹുജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതുള്ള പരിശോധന ഈ സമ്മേളനത്തിൽ നടത്തും. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന ജനാധിപത്യ പാത സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് CPI. സമയബന്ധിതമായി സമ്മേളനം നടത്തുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സമയബന്ധിതമായി സമ്മേളനം നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ നടത്തുന്ന സമ്മേളനങ്ങളിൽ ഓരോ ഘടകങ്ങളിലും ചർച്ചകൾ ചെയ്യുന്നു. ലോക്കൽ സമ്മേളനം മുതൽ കമ്മിറ്റികളെ തെരഞ്ഞെടുക്കുന്നു. എല്ലാം ജനാധിപത്യപരമായിട്ടാണ്. ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. സ്വയം വിമർശനവും നമ്മുടെ സമ്മേളനങ്ങളുടെ സൗന്ദര്യമാണ്. സ്വയം വിമർശനവും നമ്മുടെ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയാണ്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമ്മേളനങ്ങൾ നടത്തിയിട്ട് തന്നെ കാലം കുറയെ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CPIM-ന്റെ സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസമാണ് പല പ്രസ്ഥാനങ്ങൾക്കും. ഒരു കണക്കിനൊരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ സംഘടനാ സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ന് കേരളം ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിൽ നമ്പർ 1 സ്റ്റേറ്റാണ്. അതിൽ പിറകോട്ട് പോകാൻ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ സമ്മേളനം നടത്തിയാൽ കാരണമായി മാറും. തമ്മിലടിയും ഗ്രൂപ്പ് പോലും ചക്കളിത്തി പോരാട്ടവും കൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത സ്ഥിതി വരുമ്പോഴാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മാതൃകയാക്കാവുന്ന നിലയിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് CPIM അതിന്റെ സമ്മേളനം നടത്തുന്നു. അതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉജ്ജ്വലമായ സംഘാടനം കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമായി. ആ സമ്മേളനത്തിന്റെ നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം നമുക്കൊക്കെ അറിയാം. പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇത് രാപ്പകലിൽ അധ്വാനിച്ച് ഈ സമ്മേളനം വിജയകരമായി മാറ്റിത്തീർക്കാൻ ഇടപെട്ട എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദനങ്ങൾ.